found me alone. I'm coming up. We'll have a ball. I'm sweet like a buttercup. You're അനിൽകുമാർ അജ്ഞാതൻ ആരാണെന്ന് പറയാൻ കഴിയാതെ ഈ മാതൃഭൂമിയിൽ കടന്ന് ഉരുളുന്ന ഒരു രംഗം നമുക്ക് കാണാം. കാരണം അവർ പറയില്ല, അവർക്ക് അത്രത്തോളം പേടിയാണ്, ഭയമാണ്. അതുകൊണ്ടാണ് പറയാത്തത്. എല്ലാം കാരണം ഒരാൾ ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ അണികൾക്ക് അത് പറയാനേ ഒക്കുള്ളൂ, അവർക്ക് തിരിച്ചു പറയാൻ ഒക്കില്ലല്ലോ. അതിനൊക്കെ ധൈര്യം വേണം. അൻവറിനെ പോലെയുള്ള ധൈര്യമുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാതെയുള്ള ഒരു മനുഷ്യനും അത് കഴിയില്ല. മറ്റുള്ളവർ പറയുന്നു, അത് കേൾക്കുന്നു, അതേപോലെ സിസ്റ്റം മറ്റുള്ളവരും എത്തുന്നു. ഇത്രയേ ഉള്ളൂ. അവരെ കടന്ന് ഉരുവാനും ആജ്ഞാപിക്കുവാനും മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ നട്ടല്ലെന്നുള്ളൊരു സാധനമൊന്നുമില്ല. ഇതൊക്കെ അവർ പറയുന്നു, ഇവർ ആജ്ഞാപിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അവർ ആജ്ഞാപിക്കുന്നു, ഇവരിത് പറയുന്നു. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ശരിയെന്ന് നമുക്ക് ആ രംഗം ഒന്ന് കണ്ടുകളയാം. നിങ്ങൾക്കാണ് ധൈര്യമില്ലാത്തത്. താങ്കൾക്ക് ധൈര്യമില്ല. നിങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കടന്നു വന്ന കളങ്കിതനാരാണ് എന്ന് പറയാൻ, അത് ഞങ്ങൾ അന്വേഷിക്കുമെന്ന് പറയാൻ അനിൽകുമാർ താങ്കൾക്ക് ധൈര്യമില്ല. താങ്കൾക്ക് ധൈര്യമില്ല. നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് ശരി 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 ശ്രീ അനിലക്കര നോക്കൂ. ശ്രീ അനിൽകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന കളങ്കിതനായ വ്യക്തി ആരാണ് എന്ന് ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറയാൻ പോലും പാവം അനിൽകുമാർ ഭയപ്പെടുകയാണ്. അദ്ദേഹം ആ ചോദ്യത്തിൽ ടച്ച് ചെയ്യുന്നില്ല. കാരണം അത്രമേൽ ഭയം ബാധിച്ചിരിക്കുന്നു ആ വിഷയത്തിൽ CPM-കാർക്ക്. എന്തായിരിക്കും കാരണം? ശ്രീ അനിൽകുമാർ അല്ലല്ല, എന്റെ ചോദ്യം എടുക്കുന്നില്ല. മുന്നിൽ വന്നിരിക്കാൻ ഇപ്പൊ ആർക്കാ? അല്ല, ആർക്കാ പേടി? അല്ല, മുന്നിൽ വന്നിരിക്കാൻ എന്താ പ്രയാസം? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ആർക്കും എവിടെയും പോയിരിക്കാം. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ആർക്കും എവിടെയും പോയിരിക്കാം. അത് ധൈര്യമല്ല. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ, ഉത്തരം പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ആർക്കും എവിടെയും പോയിരിക്കാം. അത് ധൈര്യമല്ല. ശ്രീ അനിലക്കര അനിൽകുമാറിനെ പോലും ഭയപ്പെടുത്തുന്ന ആ കളങ്കിത വ്യക്തിത്വം ആരായിരിക്കും? ശ്രീ അനിലക്കര ഞങ്ങൾ ചൂടുകല്ല, കള്ളക്കടത്തെന്ന് കേട്ടാൽ ഞങ്ങൾ തല കുനിക്കുകയല്ല, കള്ളക്കടത്തെന്ന് കേട്ടാലും ഖുർആന്റെ മറവിൽ കടത്തി. അനിലക്കര അനിൽകുമാറിനെ പോലും പ്രഗത്ഭനായ ഒരു ഡിബേറ്ററാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തെ പോലും ഭയപ്പെടുത്തുന്ന ആ പവർഫുൾ കളങ്കിത വ്യക്തിത്വം മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഉണ്ടായിരുന്ന, മുഖ്യമന്ത്രി എന്ന് സമ്മതിച്ച ആൾ ആരായിരിക്കും? ശ്രീ അനിലക്കര കളങ്കിതൻ നിങ്ങളാണ്. കളങ്കിതൻ നിങ്ങളെ പോലെ വ്യാജ വാർത്ത താങ്കൾ പറയൂ. വ്യാജമായി അടിക്കുന്ന നിങ്ങളെ പോലെ കളങ്കിതരായ ആളുകൾ ഞാൻ ഈ ചർച്ചയ്ക്ക് വന്ന സമയത്ത് ഞാൻ തമാശയ്ക്ക് ഇവിടെ പറഞ്ഞതാണ്. അവിടെ നിഷാദിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പ്രതിനിധി ശ്രീ അനിൽകുമാർ വന്നാൽ, ഏതെങ്കിലും ഒരു നോവൽ അല്ലെങ്കിൽ ചെറുകഥയുമായി വന്നാൽ ആ ചെറുകഥ വായിച്ച് പൂർത്തിയാക്കുന്നവരെ ചിലപ്പോൾ സംസാരിക്കാൻ സമയം കിട്ടില്ല. കാരണം കൊട്ടേഷൻ എടുത്ത് വന്നിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഈ ചർച്ച പൊളിച്ച് തകിടുകൂടിയാക്കി പോകണം എന്ന തീരുമാനം എടുത്ത് വന്നിട്ടൊരാളാണ്. എനിക്ക് അല്ലല്ല, ഞാൻ കൊട്ടേഷൻ എടുത്ത EDD അല്ല. ശരി ശരി അല്ലല്ല, അദ്ദേഹം ഒന്ന് പൂർത്തിയാക്കട്ടെ. അദ്ദേഹം ആദ്യത്തെ പോയിന്റ് പറയട്ടെ, നമ്മൾ ലേറ്റ് ആയി പോയി. ശരി ശരി അനിൽകുമാർ മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഉണ്ടായിരുന്ന ആൾ ആരാണ് എന്ന് പറയാൻ അനിൽകുമാർ ഭയപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഉണ്ടായിരുന്ന ആൾ ആരാണ് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ഭയപ്പെടുന്നു. അതേക്കുറിച്ച് മിണ്ടാൻ അനിൽകുമാർ ഭയപ്പെടുന്നു. അതെന്തുകൊണ്ടായിരിക്കുന്നതാണ് ശ്രീ അനിലക്കര എന്റെ ചോദ്യം. താങ്കൾ അതിലേക്ക് ഒരു ഡയറക്റ്റ് ആയിട്ട്. ധൈര്യക്കുറവാണ്. ഞാൻ താങ്കളുടെ പേടി മനസ്സിലാക്കിയിട്ടാണ് ആവർത്തിച്ച് ചോദിക്കാത്തത്. താങ്കൾക്ക് പേടിയാണ് ആ വ്യക്തി. നിങ്ങളുടെ പാർട്ടിയെക്കാളും മേലെ നിൽക്കുന്ന ഒരു അദൃശ്യ വ്യക്തി, നിങ്ങളുടെ പാർട്ടിയെക്കാളും മേലെ നിൽക്കുന്ന പവർഫുൾ ആയ വ്യക്തിയുണ്ട്. നിങ്ങൾക്ക് പേടിയാണ് അനിൽകുമാറിന് ഭയമാണ് മിണ്ടാൻ. അനിൽകുമാർ പഴയ കാര്യങ്ങൾ പറയാണ്. അനിൽകുമാർ പഴയ വിവാദങ്ങളിൽ ഊന്നി രക്ഷപ്പെടാൻ നോക്കുകയാണ്. ആ ചോദ്യം എടുക്കാൻ താങ്കൾക്ക് ഭയമാണ്. മുഖ്യമന്ത്രിയുടെ മുറിയിലുണ്ടായിരുന്ന ആ കളങ്കിത വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന്, മുഖ്യമന്ത്രി സമ്മതിച്ച കളങ്കിത വ്യക്തി ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ, ആ ചോദ്യത്തിൽ തൊടാൻ താങ്കൾ ഭയപ്പെടുന്നു. നോക്കൂ താങ്കളുടെ മുഖം വല്ലാതെ ഭയപ്പെടുന്നു. താങ്കൾ ആ ചോദ്യത്തെ കളങ്കിത വ്യക്തി ആരാണ്? അനിൽകുമാർ കളങ്കിത വ്യക്തിയല്ലേ നിങ്ങൾ? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നില്ല. താങ്കളുടെ പേടിയാ മനസ്സിലാക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നില്ല. താങ്കളുടെ ഭയപ്പാടിയാ മനസ്സിലാക്കുന്നു. ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്കല്ലേ പേടി? We'll have a ball. I'm sweet like a buttercup. You're